ലോഗോസ് ക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഇസ്രായേൽ ജനം വീണ്ടും തെറ്റ് ചെയ്തത് കാരണം കർത്താവ് അവരെ ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത് എത്ര വർഷമാണ്? ഉത്തരം 40 വർഷത്തേക്ക്. രണ്ടാമത്തെ ചോദ്യം: സോറായിൽ ഉണ്ടായിരുന്ന ദാൻ ഗോത്രക്കാരൻ ആരായിരുന്നു? ഉത്തരം മനോവ. മൂന്നാമത്തെ ചോദ്യം: നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം കർത്താവിന്റെ ദൂതൻ. നാലാമത്തെ ചോദ്യം: മനോവയുടെ ഭാര്യ എവിടെ ആയിരിക്കുമ്പോഴാണ് കർത്താവിന്റെ ദൂതൻ വീണ്ടും വന്നത്? ഉത്തരം വയലിൽ. അഞ്ചാമത്തെ ചോദ്യം: ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ, ഇങ്ങനെ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം മനോവ. ആറാമത്തെ ചോദ്യം: നീ ഭക്ഷണം പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് എന്തായിട്ട് അർപ്പിക്കാനാണ് ദൂതൻ മനോവയോട് പറഞ്ഞത്? ഉത്തരം ദഹന ബലിയായിട്ട്. ഏഴാമത്തെ ചോദ്യം: എന്റെ പേര് അത്ഭുതകരമായിരിക്കെ നീയത് ചോദിക്കുന്നത് എന്തിന്? മനോവയോട് ഇങ്ങനെ ചോദിച്ചത് ആരാണ്? ഉത്തരം കർത്താവിന്റെ ദൂതൻ. എട്ടാമത്തെ ചോദ്യം: മനോവ ആട്ടിൻകുട്ടിയെ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചപ്പോൾ ബലിപീഠത്തിൽ നിന്നും ആകാശത്തിലേക്ക് ഉയർന്നത് എന്താണ്? ഉത്തരം അഗ്നിജ്വാല. ഒൻപതാമത്തെ ചോദ്യം: മനോവയും ഭാര്യയും നോക്കി നിൽക്കെ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത് ആരാണ്? ഉത്തരം കർത്താവിന്റെ ദൂതൻ. പത്താമത്തെ ചോദ്യം: മനോവയും ഭാര്യയും കർത്താവിന് വേണ്ടി അർപ്പിച്ചത് ഏതൊക്കെ ബലികളാണ്? ഉത്തരം ദഹനബലിയും ധാന്യബലിയും. 11ാമത്തെ ചോദ്യം: മനോവയ്ക്കും ഭാര്യയ്ക്കും ജനിച്ച പുത്രന്റെ പേരെന്ത്? ഉത്തരം സാംസൺ. 12ാമത്തെ ചോദ്യം: കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചത് എവിടെ വച്ചാണ്? ഉത്തരം സോറായ്ക്കും എഷ്തോബാലിനും മധ്യേയുള്ള മഹാനദിയിൽ വെച്ച്. 13ാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? ഉത്തരം 24. 14ാമത്തെ ചോദ്യം: നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഈ വചനഭാഗം പുതിയ നിയമത്തിൽ എവിടെയാണ് പറയുന്നത്? ഉത്തരം ലൂക്ക 1-ാം അധ്യായം 31-ാം വാക്യം. 15ാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 13-ാം അധ്യായം 25-നോട് സാമ്യമുള്ള പുതിയ നിയമത്തിലെ സുവിശേഷ ഭാഗം ഏതാണ്? ഉത്തരം ലൂക്ക 1:80.